ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പ്രഭാതത്തിൽ പ്രദോഷത്തിൽ ആരെങ്കിലും സൂറത്തു യാസീൻ പാരായണം ചെയ്ത് തൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ സൂറത്തു യാസീൻ സമർപ്പിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും ചോദിച്ചത് ഹലാലായ ആവശ്യമായിരിക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു തരും. ബി ഇദ്നില്ലാഹി തആല ആത്മാർത്ഥതയോടുകൂടെ ചോദിച്ചാൽ നടക്കുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യാസീൻ ഏത് ആവശ്യങ്ങളും നേടിയെടുക്കാനും വലിയ പവിത്രതയും മഹത്വവും ഉള്ളതായതുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടു പോയവരുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് നാം ഓതാറുള്ളത് സൂറത്തു യാസീനാണ്. അതോതിയിട്ട് അള്ളാഹുവിനോട് അവരുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടി, ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി, സ്വർഗപ്രവേശത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദുആ ചെയ്യും. നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വലിയപ്പയ്ക്കും വലിയമ്മക്കൊക്കെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട്. ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, 3 കാര്യങ്ങളൊഴികെ ബാക്കിയെല്ലാം ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. അതിലൊന്ന് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ അത് ഉപകരിക്കുമെന്നുള്ളതാണ്. ഒരു മോന് ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു, യാസീനോദി ദുആ ചെയ്താൽ ആ ഉമ്മാക്ക് ഉപ്പാക്ക് ഖബറിൻ്റെ അകത്തത് വലിയ രക്ഷയും തുണയുമാകും, രക്ഷപ്പെടാൻ അത് കാരണമാകും, അത് ഉപകരിക്കും, അല്ലാഹു വലിയ സ്ഥാനം കൊടുക്കാൻ കാരണമാകും. അങ്ങനെയുള്ള മക്കളുണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഈ ഒരു മകന് സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പായുടെ ഖബർ സ്വർഗാക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ആ ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കും. ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തു യാസീൻ നമ്മുടെ ഏതേത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അത് ഓതാവുന്നതാണ്, പാരായണം ചെയ്യാവുന്നതാണ്. ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്ന പതിവ് നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അതിന് വലിയ മഹത്വങ്ങളുണ്ട്. വലിയ വലിയ ആത്മീയമായ പരിഹാരം കണ്ടെത്തുന്ന ഗുരുക്കന്മാർ, ഷെയ്ഖുമാർ, അവരൊക്കെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും പ്രവേശിക്കുക സൂറത്തു യാസീൻ ഓതിയിട്ടും അതിൻ്റെ ഓരോ മുബീനുകൾ എത്തുന്ന സമയത്തും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും. ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 3 കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുന്നെന്ന് പറഞ്ഞു. ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നവർ എഴുതി അറിയിക്കുക.